അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 13th question. 13th question, it's a combination of states of matter and solutions. കാരണം ഞാൻ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇപ്പം പ്രഷർ ഈക്വൽ ടു റോ ജി എച്ച് എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യുന്നതൊക്കെ നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിലാണ്. ആ റോ ജി എച്ചിൻ്റെ ആപ്ലിക്കേഷൻ, അതായത് ചെരിച്ച് വെച്ചിരിക്കുന്ന മാനോമീറ്റർ, ഹൊറിസോണ്ടലി പ്ലേസ് ചെയ്തിട്ടുള്ള മാനോമീറ്റർ, അങ്ങനെ ഒരു ഇത്ര ആംഗിളിൽ ചെരിഞ്ഞു നിൽക്കുന്ന മാനോമീറ്റർ, അതിലുണ്ടാകുന്ന പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുന്നൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൻ്റെ അഡ്വാൻസ്ഡ് സിലബസിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സാധാരണ ചെയ്തു വരാറുണ്ട്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റും അങ്ങനെ ഉള്ള ഒരു പ്രഷർ കാൽക്കുലേഷനും അതേപോലെ ഓസ്മോട്ടിക് പ്രഷറും തമ്മിൽ കോറിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ പ്രഷർ, ഓസ്മോട്ടിക് പ്രഷർ ഈക്വൽ ടു റോ ജി എച്ച് ആയിട്ട് എടുക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് അറിഞ്ഞാൽ മതി. പിന്നെ ഇവിടെ യൂണിറ്റ് ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ബാക്കി ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. നോക്കുക, അറ്റ് 300 Kelvin an ideal dilute solution of a macromolecule exerts. ഒരു ഐഡിയൽ ഡൈല്യൂട്ട് സൊല്യൂഷൻ ഉണ്ട് ഒരു മാക്രോമോളിക്യൂളിൻ്റെ, അത് എക്സേർട്ട് ചെയ്യുന്ന ഓസ്മോട്ടിക് പ്രഷർ, അത് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഹൈറ്റ്. കണ്ടോ, ഓസ്മോട്ടിക് പ്രഷർ ഇവിടെ എക്സ്പ്രസ് ചെയ്ത് എങ്ങനെയാണ്, ഇൻ ടേംസ് ഓഫ് ഹൈറ്റ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻറ്റു എച്ച് എടുക്കുമ്പോഴാണ് ആ പ്രഷർ കിട്ടുക, റോ ജി എച്ച്. അപ്പോൾ അവൻ്റെ ഡെൻസിറ്റി ഇവിടെ തന്നിട്ടുണ്ട്, ഹൈറ്റ് ഇവിടെ തന്നിട്ടുണ്ട്, ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ദ ഡൈല്യൂട്ട് സൊല്യൂഷൻ ഓഫ് ദ മാക്രോമോളിക്യൂളും തന്നിട്ടുണ്ട്, കോൺസെൻട്രേഷനും തന്നു. The molar mass of the macromolecule is calculated to be. അപ്പോൾ മോളാർ മാസ് കണ്ടുപിടിക്കണം. അത് മോളാർ മാസിൻ്റെ എക്സ് ഇൻറ്റു 10⁴ ഗ്രാം പെർ മോൾ ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എക്സ് എന്നാണ് ചോദ്യം. സാധാരണ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുക എങ്ങനെ, പൈ ഈക്വൽ ടു CRT എന്നാണ് ചെയ്യുക, അല്ലേ? അവിടെ അവർ ഓസ്മോട്ടിക് പ്രഷർ പൈ തന്നിട്ടുണ്ടാവും. പക്ഷേ ഇത് അഡ്വാൻസ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇൻസ്റ്റെഡ് ഓഫ് ഗിവിങ് പൈ ഡയറക്ട്ലി അവരെന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളോട് ഹൈറ്റ് തന്നിട്ടുണ്ട്. മാനോമീറ്റർ റീഡിങ്ങിൽ ഹൈറ്റ് തന്നിട്ട് ആ ഹൈറ്റ് ഉപയോഗിച്ച് നമ്മൾ റോ ജി എച്ച് ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് ഈ ഓസ്മോട്ടിക് പ്രഷറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം ആദ്യം, എന്നിട്ട് അതിനെ CRT ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. ഓക്കെ, സോ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇത് റോ ജി എച്ച് ഇസ് ഈക്വൽ ടു CRT. ഇവിടെ യൂണിറ്റ് വളരെയധികം ശ്രദ്ധിക്കണം. ഇവിടെ ഗ്രാം പെർ മോളിലാണ് നമുക്ക് തന്നിട്ടുള്ളത്, ഡെൻസിറ്റി 1 gram per cm³. ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ എപ്പോഴും കൺവേർട്ട് ദ യൂണിറ്റ്സ് ഇൻ ടു SI യൂണിറ്റ്സിലാക്കിയിട്ട് ചെയ്യുക കേട്ടോ. അപ്പം ഇവിടെ 1 gram per cm³ എന്നുള്ളത് അതിനെ ഞാൻ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലേക്ക് മാറ്റണം. അപ്പോൾ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലേക്ക് മാറ്റുമ്പോൾ അതെന്തായിട്ട് മാറും, 1 gram per cm³ എന്താവും, 1 × 10⁻³ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബായിട്ട് മാറും. ഓക്കെ, അതാണ് നമ്മുടെ ഡെൻസിറ്റി. ഗ്രാവിറ്റി 10 m/s² തന്നിട്ടുണ്ട്. അപ്പോൾ അത് SI യൂണിറ്റിൽ തന്നെയാണ്, 10 m/s² ഇൻറ്റു എച്ച്. ഹൈറ്റ് എത്രയാണ്, 2 cm. അതിനെന്താക്കണം, മീറ്ററിലേക്ക് മാറ്റണം. അപ്പോൾ 2 × 10⁻² മീറ്റർ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ കിട്ടുന്നത് പാസ്കലാണ്. റിമെമ്പർ ദാറ്റ് ദ യൂണിറ്റ് ഓഫ് ദ പ്രഷർ ഇൻ ദിസ് ഇസ് പാസ്കൽ. SI യൂണിറ്റിലാണ് വരിക. ദാറ്റ് ഇസ് ഈക്വൽ ടു CRT. ഇവിടെ കോൺസെൻട്രേഷൻ എത്രയാണ്, 2 gram per dm³ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ മൊളാരിറ്റിയിലേക്ക് മാറ്റണം. 2 gram എന്ന് പറയുന്നത് സൊല്യൂട്ടിൻ്റെ വെയിറ്റ് ആണ്. അപ്പോൾ 2 ഡിവൈഡഡ് ബൈ മോളാർ മാസ്, അതാണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ എത്രയാണ്, അത് മീറ്റർ ക്യൂബിൽ എടുക്കണം. അപ്പം 1 dm³ എന്ന് പറയുമ്പോൾ 10⁻³ m³ എന്നായി. ഓക്കെ, ഇൻറ്റു ആർ വാല്യൂ ജൂൾ എടുക്കണം, 8.3 എടുക്കണം, ഇൻറ്റു CRT ടെമ്പറേച്ചർ കെൽവിനിൽ എടുക്കണം. ടെമ്പറേച്ചർ എത്രയാണ് തന്നെ, 300. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ അങ്ങ് ക്യാൻസൽ ചെയ്ത് ഒഴിവാക്കുക. 10 m/s². ഓക്കെ, 10⁻³ 10⁻³ അത് ക്യാൻസലായി പോലെ. 10⁻³ LHSലേക്ക് എടുത്താൽ 10⁻³ 10⁻³ ക്യാൻസലായി. ഇവിടെ ഒരു 300 ഉണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ എന്ത് വരും, 2 × 10⁻⁻1 ഈക്വൽ ടു 2 by മോളാർ മാസ് ഇൻറ്റു 8.3 × 300. അപ്പോൾ ഇവിടെ 2 ഇവിടെ ക്യാൻസലായി. അപ്പോൾ മോളാർ മാസ് ഈക്വൽ ടു 8.3 × 300 × 10 വരും. അപ്പോൾ ബൈ 10⁻⁻1 മുകളിലേക്ക് പോകുമ്പോൾ × 10. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 24.9
അപ്പോൾ 8.3 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 24.9, പിന്നെ 3 പൂജ്യം ഇൻറ്റു 10⁻³ എന്നാണ്. ഇപ്പോൾ ഏത് ഫോർമാറ്റിലെ എക്സ് ഇൻറ്റു 10⁻⁴ ഗ്രാം പെർ മോൾ എന്ന് എഴുതാൻ പറഞ്ഞാൽ അപ്പം 2.49 ഇൻറ്റു 10⁻⁴ ഗ്രാം പെർ മോൾ എന്നായി. സോ ദി ആൻസർ ഇസ് 2.49.